ഈ തമിഴ്നാട്ടിൽ ബി.ജെ.പിയെ വളർത്താൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞെങ്കിലും അദ്ദേഹം പല വാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് നൽകിയിരുന്നു, പല വെല്ലുവിളികളും നടത്തിയിരുന്നു. DMK തമിഴ്നാട്ടിൽ നിന്നും പുറത്താക്കും, അതോടൊപ്പം തന്നെ ബി.ജെ.പി അധികാരത്തിൽ കൊണ്ടുവരും, ലോക്സഭ ഇലക്ഷനിൽ 10-ലധികം സീറ്റുകൾ നേടും, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതൊന്നും നടന്നിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യമായിരുന്നു, DMKയെ തമിഴ്നാട്ടിൽ നിന്നും അധികാരത്തിൽ നിന്നും പുറത്താക്കാതെ താൻ ചെരുപ്പിടില്ലെന്ന്. ഇപ്പോൾ ചെരുപ്പിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാവി രാഷ്ട്രീയം എങ്ങോട്ടായിരിക്കും? അണ്ണാമല ചെറിയൊരു ബൂം ഉണ്ടാക്കി തമിഴ്നാട്ടിൽ. കാരണം പുള്ളി ഒരു തമിഴ്നാട് യാത്ര നടത്തി. ഇപ്പോൾ കന്യാകുമാരി ജില്ലയിലെ പല ഭാഗങ്ങളും പല സമയത്ത് ഞാൻ കണ്ടിരുന്നു. ഞാൻ കന്യാകുമാരിയിൽ പോകുന്ന കൂട്ടത്തിൽ നല്ല ആൾക്കൂട്ടമുള്ള വലിയ ജാഥ നടത്തിയിരുന്നു, വലിയ സംഘാടനമായിരുന്നു. പിന്നെ ഇതുപോലത്തെ പരിപാടികളൊക്കെ ചാട്ടവാറ് കൊണ്ട് അടിക്കുക, പിന്നെ ചെരുപ്പിടൂല, അങ്ങനെ ഒരു തമിഴ്നാട് രാഷ്ട്രീയത്തിന് പറ്റിയ രീതിയിലുള്ള പല പരിപാടികളും പുള്ളി കാണിച്ചു. നാടകീയ കാര്യങ്ങളും ഒരു വൈകാരിക നിമിഷങ്ങൾ ഒരുപാട് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് തമിഴ്നാട് ജനതയ്ക്ക് അത് ശരി. കേരളത്തിലാണ് ചാട്ടവാറ അടിച്ച് ചത്തോവേ ഉള്ളൂ, വേറെ ഒന്നും നടക്കില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആശയസമരം കിടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് നടക്കത്തില്ല. അപ്പോൾ അത് പക്ഷേ പുള്ളി വന്നു. പുള്ളി ഒരു കാര്യം പക്ഷേ BJPയുടെ കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് അമിത്ഷാ ഇതിനകത്ത് നല്ല താല്പര്യം എടുത്തിട്ടുണ്ട്. അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, ഓണപ്പ് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നന്നായിട്ട് ഓണപ്പ് ചെയ്തിട്ടുണ്ട്, ദേശീയതലത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നു. ആഭ്യന്തര സഹമന്ത്രി ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കിടന്ന് കറങ്ങുന്നത്. ധാരാളം ചാനലുകളിലും മീഡിയകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ കാരണം പുള്ളി IPS കാരനായിരുന്നു. മോഡി അങ്ങനെ ചെയ്യില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം മോഡി അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ പ്രൊഫഷണൽ ആളുകളെ മറ്റൊന്നും നോക്കാതെ തന്നെ ജയശങ്കറിനെ പോലുള്ള ആളുകളെയൊക്കെ കൃത്യമായി അശ്വിനി വൈഷ്ണവ് IAS നിന്ന് വന്നിട്ട് റെയിൽവേയിൽ കൊണ്ടുപോകുന്ന അതിൻ്റെ ഗുണവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് സഹമന്ത്രിയാക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ആളുണ്ടല്ലോ തമിഴ്നാട്ടിൽ, പുതിയതായിട്ട് വന്നിരിക്കുന്ന പ്രസിഡന്റിനെ ADMKയ്ക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് വേറൊരു ഇക്വേഷൻ തമിഴ്നാട്ടിൽ വരാൻ സാധ്യതയുണ്ട്, നാഗേന്ദ്രൻ. അപ്പോൾ വേറൊരു ഇക്വേഷൻ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും സ്റ്റാലിനെന്നോ എല്ലാ കാലം ജയലളിത അങ്ങനെയൊന്നുള്ള സ്ഥലമല്ല അവിടെ. ആളുകൾ U-turn അടിക്കും. എത്രയോ കാലം DMKയെ പ്രതിപക്ഷത്തിരുത്തിയിരുന്നു അവർ, പിന്നെ ആണല്ലോ അവർ ജയിച്ചു വന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അണ്ണാമലയ്ക്ക് ഇനി മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് തിരിച്ചു വരില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തതായിരിക്കുമോ ഈ അണ്ണാമലയ്ക്ക് തിരിച്ചടി? അല്ല, അണ്ണാമല കുറെ വൈകാരികമായി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ ബിൽഡ് ചെയ്യണമല്ലോ. അല്ല, ഇത് അവസാന ഘട്ടത്തിൽ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വോട്ട് ബാങ്കായി മാറാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു കളമൊരുക്കി, പക്ഷെ അതിനൊരു സമയം കൊടുക്കണമല്ലോ, ഒരു കുഷൻ ടൈം കൊടുക്കണമല്ലോ. ആ ടൈം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല പുള്ളിക്ക്. പറ്റാതെ വന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം പുള്ളി പലയിടത്തും പോയി ഒരുപാട് ആളുകളെ സ്വാധീനിച്ചു, ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു ആൾ. പക്ഷെ അങ്ങനെ സ്വാധീനിച്ചിട്ട് അതിനെല്ലാം വോട്ടായി മാറുന്ന നിലയിലേക്ക് വരുത്താനുള്ള സംഘടനാ സംവിധാനമോ വോട്ടോ ആയിട്ടില്ല. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദ്രാവിഡ മുന്നേറ്റമുണ്ട്, കഴകമുണ്ട്, ADMK ഉണ്ട്, ADMK 2 ഘടകമുണ്ട്, വിജയിയുടെ പാർട്ടിയുണ്ട്, പിന്നെ കമലഹാസൻ്റെ പാർട്ടിയുണ്ട്, കുറേ എല്ലാം ഉണ്ട്. അതെല്ലാം സിനിമയും ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടികളുമാണ്. അപ്പോൾ അതിനകത്തൊക്കെ ആളുകളുണ്ട്. പിന്നെ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വികാരം എല്ലാ കാലത്തും എവിടെ കിടപ്പുണ്ട്? തമിഴ്നാട്ടിൽ കിടപ്പുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ BJP RSS ആയപ്പോൾ വേറൊരു വികാരം കിടപ്പുണ്ട്. പഴയ നമ്മുടെ ആര്യദ്രാവിഡ ചിന്ത ഇങ്ങനെ ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്. ഞങ്ങൾ ദ്രാവിഡന്മാരും നിങ്ങൾ ആര്യന്മാരുമാണെന്നുള്ള കഥയൊന്നുമില്ല അതിനകത്ത്. മോഡിയൊന്നും ആര്യനൊന്നും അല്ലല്ലോ. പക്ഷേ എങ്കിലും ആ ഒരു ചിന്ത ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദിക്കെതിരെയുള്ള കാര്യങ്ങൾ, പിന്നെ ഭരണഘടന ഇപ്പോൾ ഗവർണറുടെ 3 മാസത്തിനപ്പുറം ബില്ല് വച്ചേക്കെന്ന് പറയുന്ന സമയം നോക്കിയാണ് 10-12 ബില്ലാണ് ചൂടപ്പം പോലെ പാസ്സാക്കിയെടുത്തത്. ഗവർണർക്ക് അയച്ചതേ നിയമമാക്കി, ഗവർണർ മറുപടി വരുന്ന ഗെയിം. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഗിമ്മിക് കളികളൊക്കെ കളിക്കുന്നുണ്ട്. ഡീലിമിറ്റേഷനെതിരെ എല്ലാ 10 മുഖ്യമന്ത്രിമാരുടെ മീറ്റിംഗ് നടത്തി. അങ്ങനെ ഒരുപാട് കേന്ദ്ര വിരുദ്ധ വികാരം, ഹിന്ദി വിരുദ്ധ വികാരമൊക്കെ കുത്തിവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ ഇനി പുതിയ അണ്ണാമലയുടെ അത്തരം പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ BJPക്ക് അത് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കുമോ ഈ അണ്ണാ-DMK സഖ്യം? അണ്ണാമല അണ്ണാ-DMK ആയിട്ട് നല്ല ടേംസിലായിരുന്നില്ല. പക്ഷേ അതുകൊണ്ടും കൂടിയാണ് അണ്ണാമല മാറുന്നത്. മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? ADMK കുറച്ചുകൂടി ഉഷാറായിട്ടുണ്ട്, അവർ സഖ്യത്തിലേക്ക് വന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കാണാൻ എങ്ങനെയാണ് വരുന്നത്. പക്ഷേ ADMKയും കുറേ ദുർബലമായി. ജയലളിത കേശവ് 2 കഷ്ണമായപ്പോൾ 3 കഷ്ണമല്ലേ, എടപ്പാളി പിന്നെ പളനി എന്നൊക്കെ പറഞ്ഞിട്ട് 3 കഷ്ണമായി അവർ. 2 കഷ്ണം സ്ട്രോങ്ങും 1 കഷ്ണം ചെറുതുമുണ്ട്. അപ്പോൾ 3 കഷ്ണമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് തമിഴ്നാട്ടിൽ. പക്ഷേ എന്തായാലും അണ്ണാമല ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന് ഭാവിയുണ്ട്, എന്തായാലും ഫ്യൂച്ചറുണ്ട്. സാറ് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി
ഇപ്പോഴും അണ്ണാമല വരാനുള്ള സാധ്യത ഉണ്ടോ? അതറിയാൻ പറ്റത്തില്ല. ഇയാൾ കേന്ദ്രമന്ത്രിയായി ചിലപ്പോൾ വേറൊരു ഇമേജ് ഒക്കെ എടുത്താൽ അറിയില്ലല്ലോ. ഈ അണ്ണാ DMK ഉള്ളപ്പോൾ എന്തായാലും സ്വാഭാവികമായി അതാ ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യത. അണ്ണാ DMKയുടെ ഉപമുഖ്യമന്ത്രിയോ ചിലപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യത. എന്തായാലും അണ്ണാമലയ്ക്ക് ഒരു കാര്യത്തിൽ അണ്ണാമല സക്സസ് ആയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകിച്ച് അമിത്ഷായുടെ ഗുഡ് ബുക്കിലേക്ക് അതിനുവേണ്ടി വീണ്ടും അമിത്ഷാ അവിടെ വരികയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെടുത്തി മറ്റു കാര്യങ്ങൾ ഇതിന് ഇപ്പോൾ ഒരു പ്രാവശ്യം വന്നു. ADMK സഖ്യവുമായിട്ട് ബന്ധപ്പെടുത്തി വന്നു. പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുത്തപ്പോൾ വന്നു. വീണ്ടും അമിത്ഷാ തമിഴ്നാട്ടിൽ വരികയാണ്. അപ്പോൾ അമിത്ഷായ്ക്ക് അണ്ണാമലയുടെ പ്രവർത്തനങ്ങൾ അമിത്ഷാ ഓണപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്, ചെറിയ നേട്ടമല്ല. ഒരാൾ മാറുമ്പോൾ മറ്റൊരു സ്ഥാനത്തേക്ക് അവരെ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ സുരേന്ദ്രനെ കൊണ്ടല്ലോ, സുരേന്ദ്രനൊക്കെ ഇനി എന്നാണ് സുരേന്ദ്രന് പരിഗണന കിട്ടുക നമുക്കറിയില്ല. പരിഗണിക്കുമായിരിക്കും, ഗവർണറായിട്ടൊക്കെ നോക്കുമായിരിക്കും. പക്ഷേ എന്നാണ് പരിഗണിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മുൻപ് രാഹുൽ ഗാന്ധിയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ മുഖമായി മാറിയിരുന്നത്. പക്ഷേ ഈ ഇടക്കാലത്ത് സ്റ്റാലിൻ ആകുന്നു. സ്റ്റാലിൻ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ സമരം, അതോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയം, അങ്ങനെ മുഴുവനായിട്ട് തന്നെ ഈ മുഖ്യമന്ത്രിമാരെ ഏകോപിപ്പിക്കുന്നതിൽ അങ്ങനെ രാഹുൽ ഗാന്ധിയെ കാണാത്തിടത്ത് സ്റ്റാലിനെ കാണുന്നു. അതുകൊണ്ട് സ്റ്റാലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള ഒരു ശ്രമമാണോ? അത് ചെയ്യും. കാരണം തമിഴ്നാട്ടിൽ അവർക്ക് സൗത്തിൽ തമിഴ്നാട്, കേരളം, കർണാടക വരെയല്ല, ആന്ധ്ര, ഈ 3 സ്റ്റേറ്റാണ്. വലിയ ശല്യമില്ലല്ലോ, അതുകൊണ്ടറിയാം കൂടുതൽ. അതെ തമിഴ്നാട്ടിൽ പിണറായി ശല്യമില്ലല്ലോ. അത് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണല്ലോ. അദ്ദേഹത്തിന് വേണ്ടി കാരണം ഇതേ കേസിനും കാര്യങ്ങളൊക്കെ പെട്ട് കിടക്കുന്നതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുകയാണല്ലോ. അപ്പോൾ അത് ഇപ്പോൾ ജയശങ്കറൊക്കെ പറയുന്നല്ലോ, മോഡി എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു പോലും പിണറായി ഒന്നും പറയാറില്ല. പിണറായി വേറൊരു ലൈനിലേക്ക് അവരെ ഒപ്പിച്ച് ഇപ്പോൾ വെള്ളാപ്പള്ളിയിൽ എവിടെയും പോയല്ലോ. തലേദിവസം ഒരു മീറ്റിംഗ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു വെള്ളാപ്പള്ളി RSSൻ്റെ നാവാണെന്ന്. പിറ്റേ ദിവസം വെള്ളാപ്പള്ളിയിൽ അവിടെ ചെന്ന് പറഞ്ഞു അദ്ദേഹം മഹാനാണെന്ന്. അപ്പോൾ ഇതൊക്കെ ഈ മെയ്വഴക്ക രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റായിട്ട് മറ്റ് കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പൊളിറ്റിക്കലി അങ്ങനെ ഒരു അറ്റാക്ക് കേരളത്തിൽ നിന്ന് ഇല്ലല്ലോ. പ്രത്യേകിച്ച് പിണറായിയുടെ ഭാഗത്തൊന്നുമില്ല. പക്ഷേ സ്റ്റാലിൻ നന്നായി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാമസേതുവിൻ്റെ ഉദ്ഘാടനത്തിന് സ്റ്റാലിൻ പോകാതെ വലിയ പരുഷമായ വാക്കുകളിൽ മറുപടി പറഞ്ഞു. അതിനും പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു. വളരെ മോശമായ കാര്യം. സംസ്ഥാനത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഈ നൂറ്റാണ്ടിലെ വലിയ ഇന്നൊവേറ്റീവായിട്ട് പ്രോജക്റ്റായിരുന്നു അത്. ടെക്നോളജിയുടെ ഒരു വിസ്മയമാണ് രാമസേതുവിൻ്റെ അവിടെ റെയിൽവേ വന്നത്. വലിയ വിസ്മയമാണ്, എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. പക്ഷെ അത് വന്നിട്ട് പോലും തമിഴ്നാടിന് വലിയ പേര് കിട്ടുന്നതുമാണ്. എന്നിട്ടും സ്റ്റാലിൻ വന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ചില പൊളിറ്റിക്സ് അവിടെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയും തോൽപ്പിക്കണമെന്നുള്ള അതുകൊണ്ടാണ് എല്ലാ പരീക്ഷണങ്ങൾക്കും തയ്യാറാവുന്നത്. അപ്പോൾ ഈ പറഞ്ഞു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനോട് വച്ചതുപോലെ പരീക്ഷണങ്ങൾക്ക് തയ്യാറാവുകയാണ്. അപ്പോൾ പരീക്ഷണങ്ങളിൽ ഒരു നല്ല കാര്യമെന്ന് പറയുന്നത് അണ്ണാമല വീണു പോയിട്ടില്ല. അദ്ദേഹത്തിന് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ, അടുത്ത മാസങ്ങളിൽ തന്നെ കേന്ദ്രത്തിലെ മന്ത്രിസ്ഥാനം കിട്ടാതെ, പക്ഷേ അദ്ദേഹത്തിന് നന്നായി കൊണ്ടുപോകാനും പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.